കഴിഞ്ഞ കുറച്ച് ദിവസമായി എൻ്റെ വാട്സപ്പ് മെസ്സേജിൽ കുറച്ച് മെസ്സേജുകൾ വരുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ഇന്നിപ്പോൾ ഇടയ്ക്ക് ഒരു 12 മണിക്ക് സമയത്ത് എന്നെ 2 പേർ വിളിച്ചിരുന്നു. എനിക്ക് ശരിക്കും ആ കാര്യം മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മനസ്സിലാക്കി ചെയ്യുന്നതല്ല ഈ വീഡിയോ. ഞാൻ പലരോടും ചോദിച്ചപ്പോൾ പല അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങളൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അതുകൊണ്ട് പെൻഷൻകാർ മാത്രമേ ഈ വീഡിയോ കാണാവൂ. നിങ്ങൾക്ക് 2 DR, അതായത് ഡിയർനെസ് റിലീഫ് 2 എണ്ണം, ക്ഷാമ ആശ്വാസം 2 എണ്ണം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് 2 പ്രാവശ്യത്തെ. ഈ 8 തവണ കൊടുക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ ബാലഗോപാൽ ഇറക്കിയ ഉത്തരവൊക്കെ 2019 ശേഷമുള്ള ഉത്തരവുകളാണ്. അതിനു മുമ്പെയുള്ള 2 DR നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് വർഷത്തെ DR ആണ്, എത്ര ശതമാനമാണെന്നുള്ളത് നിങ്ങൾ പറയണം. പലരും പല കണക്കാണ് പറയുന്നത്. ട്രഷറിയോട് ചോദിച്ചാൽ അവരൊരു കണക്ക് പറയും, യൂണിയൻകാർ വേറൊരു കണക്ക് പറയുന്നു. നിങ്ങളുടെ ആളുകൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാർ ആ വീഡിയോ ചെയ്യണം. എനിക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ ഡേറ്റ വേണ്ടേ? ഇത് പഴയ പെൻഷൻകാരോട് ചോദിച്ചാൽ അവരും പല കണക്കാണ് പറയുന്നത്. അപ്പോൾ 2 DR നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 2019 നഷ്ടപ്പെട്ടു എന്നാണ് എന്നെ വിളിച്ച ആളുകൾ പറഞ്ഞത്. 2019, 20, 26 7 വർഷം കഴിഞ്ഞു. സർവീസ് പെൻഷൻ യൂണിയൻകാർ എവിടെയാണ് 7 വർഷമായിട്ട്? ഏപ്രിൽ 1 തൊട്ട് കൊടുക്കുമെന്നാണ് ട്രഷറി തിരക്കിയപ്പോൾ പറഞ്ഞത്. എന്നെ വിളിച്ച ആളുകൾ പറഞ്ഞത് ഈ ഏപ്രിൽ 1 തൊട്ട് കൊടുക്കും. പക്ഷേ ഏപ്രിൽ 1 കൊടുത്തില്ല, മെയ് 1 കഴിഞ്ഞല്ലോ. അപ്പോൾ ഏപ്രിലും കൊടുത്തില്ല, മെയിലും കൊടുത്തു. അപ്പോൾ ഇപ്പോൾ പറയുന്നത് പ്രത്യേക ഓർഡർ വേണമെന്നാണ്. ഇതെങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ ട്രഷറിയിൽ തിരക്കിയിട്ട് ഈ വിഷയത്തിൽ ആളുകൾ കമൻ്റ് ഇടണം. നിങ്ങൾ ദയവായി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് ഒരു പൈസ പോലും വാങ്ങാതെ സംഭാവന തരണം, പരസ്യം തരണം എന്നൊക്കെ ഞാൻ നിരന്തരം പറഞ്ഞിട്ട് ആരും അങ്ങനെ സഹകരിക്കുന്നില്ല, ആരും ചെയ്യുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും ബിൻസ് ആൻഡ് ഫാൻസിയാണ്. ഞാൻ അതിനകത്തുനിന്ന് ഒരു കമ്പൾഷൻ പറഞ്ഞില്ലല്ലോ. എന്നാലും എന്നോട് വിളിച്ച് പറയും, സാർ ആ വീഡിയോ ചെയ്യണം, ഈ വീഡിയോ ചെയ്യണം, ആ വീഡിയോ. അങ്ങനെ നമ്മളത് നോക്കിയിട്ടല്ല, ഒരു വരുമാനവും നോക്കിയിട്ടല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. ഒരു മര്യാദയുടെ പുറത്ത് ചെയ്തു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ഈ 2 DR കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതിൻ്റെ ഒരു പീരീഡ് നിങ്ങൾ പറയുന്ന 2019 മുമ്പുള്ളതാണെന്ന് പറയുന്നു. എത്ര ശതമാനമാണ് അത്? ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണോ അതോ അതിനുശേഷം ശമ്പള പരിഷ്കരണത്തിന് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന് തൊട്ട് മുമ്പുള്ളതാണോ? എന്തായാലും കിട്ടാൻ, അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ DRും DAയും പെൻഡിങ് ഉണ്ട്. അത് കോവിഡ് കാലത്തെയാണ്, അത് സമ്മതിച്ചു. അല്ലാതെ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ DRൽ എവിടെയാണ് തടസ്സം വന്നത്? 2 DR എന്നാണ് പറയുന്നത്. അത് എത്ര ശതമാനമാണ്, ഏത് പീരീഡാണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എടുക്കാം. എന്തായാലും പുതിയ ഗവൺമെൻറ് എന്ന് പറയുന്നത് ധനകാര്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രിയും. അപ്പോൾ കൂടുതൽ തീരുമാനമെടുക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്താം. നമുക്ക് വീഡിയോ ഒക്കെ അതിനകത്ത് ചെയ്യുന്നുണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വേണം. നിങ്ങൾ യൂണിയൻകാരുടെയും അല്ലെ സംഘടനക്കാരുടെയും ഭരണകക്ഷി അനുകൂല സംഘടനകളുണ്ടല്ലോ, അവരെ ശ്രദ്ധയിൽപ്പെടുത്തി നിങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരണം. നിങ്ങൾക്ക് കിട്ടേണ്ട 2 DR കിട്ടട്ടെ. തീർച്ചയായിട്ടും അത് പഴയതാണെങ്കിൽ പോലും 19 പോലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാലഘട്ടത്തിലേതായാലും അർഹതപ്പെട്ടതാണെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് കിട്ടാൻ അവകാശമുണ്ട്. അതിന് കാലം ഒരു വിഷയമല്ല. മരിച്ചു പോയാൽ മക്കൾക്കാണെങ്കിലും ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും ഒക്കെ അത് കിട്ടാം, ഫാമിലി മെമ്പേഴ്സിനും കിട്ടാം അർഹതയുണ്ടെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഈ ഏത് പീരീഡിലാണ്, പീരീഡ് 19 പറയുന്നത്, എത്ര ശതമാനമാണ്, എന്താണ് അതിൻ്റെ നിജസ്ഥിതി ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും. നിങ്ങൾ കമൻ്റ് ഇട്ട് പറഞ്ഞാൽ മതി. വീണ്ടും ദയവ് ചെയ്ത് എനിക്ക് മെസ്സേജ് അയച്ച് എൻ്റെ വാട്സപ്പ് നിറയ്ക്കരുത്, എന്നെ വിളിക്കുകയും ചെയ്യരുത്. ഒരുപാട് ആളുകൾ ഇതിനകത്ത് ഫോൺ നമ്പർ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ സന്തോഷവും സങ്കടവും എന്നോട് വിളിച്ച് പറയാനല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് അതിനെ സമയം വരത്തുള്ളൂ. അത്യാവശ്യം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ വാട്സപ്പ് ഇട്ടോളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞങ്ങളുടെ ടീം മിക്കവാറും കമൻറ്റ് ബോക്സ് നോക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ഏത് 2 DR നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നത്, എത്ര ശതമാനമാണ് കിട്ടാത്തത്.